തുറക്കില്ല തുറക്കില്ല എന്ന് പറഞ്ഞാൽ തുറക്കില്ല. ആനയ്ക്ക് മകളിക തളയ്ക്കാം, മനുഷ്യന് മകളിയാലോ. തുറക്കില്ല എന്ന് പറഞ്ഞില്ലേ? ഇതെന്ത് ശല്യായാലോ ഈശ്വര. ഞാൻ വിചാരിച്ചോ അവനാണ്. എന്താ എന്താ നിനക്ക് നീ കാണിക്കണേ? എന്താണത്? എന്താ നീ കാണിക്കണേ? ശ്രീധേട്ടാ, എന്തായി കാണിക്കുന്നേ? വിട് വാതില്. ഇവിടെ ഇരിക്കുവല്ലോ മാധവേട്ടവാ. വേണ്ട, പറ്റില്ല. എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയേ? എന്റെ ശാരദേ, നീ ഇത്തിരി മോരെടുത്ത് കുടിക്കേ. എനിക്ക് മോര് വേണ്ട. ലേഖേ, ഏതായാലും വന്ന് കിടക്ക്. നേരെ എത്രയെന്നറിയാവോ? ഇല്ല, ഞാൻ ഇവിടെ കിടന്നോളാം. എന്താ ലേഖ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ബാലേട്ടൻ പോയി കിടന്നോ. ലേഖേ പ്ലീസ്. എന്നാ കുറച്ചുകൂടെ നീ കിടക്ക്. എന്തിനാ? എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാന്ന്. ഇവിടെ കിടക്കാൻ പറ്റില്ല. ബോഡി ടച്ച് ചെയ്താലോ കുഴപ്പം? ബോഡി ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, നീ കിടന്നു, നീ കിടന്നു. അതെ ലേഖ, എനിക്ക് ദേഷ്യം വരൂട്ടാ. ഈ വക നമ്പറൊന്നും ഇവിടെ ഏൽക്കില്ല. മറ്റേ വശീകരണ ജ്യൂസ് തന്നെ വേണം. ഞാൻ തന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ, അത് മാത്രം ചെയ്താൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. ഞാൻ ഇപ്പൊ വരാം. നിന്നോട് സ്കൂളിലേക്ക് വരരുന്ന് ഞാൻ പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞിട്ടാ. എന്താ വിശേഷം? വിശേഷമുണ്ട്. ലേഖക്കുട്ടി മതി, വേറെന്തെങ്കിലും പറയാൻ വന്നായിരിക്കും. ഒന്ന് പോടാ. സത്യമായിട്ട് ബാല, ഡോക്ടർ വന്നിട്ടുണ്ട്. കുമാര, ഇപ്രാവശ്യം എന്നെ വിഡ്ഢിയാക്കിയ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. ഇല്ല ബാല, വന്നു നോക്ക്. ഞാൻ ശ്രീധരനോട് പറയട്ടെ. വേണ്ട, ഞാൻ പറഞ്ഞോളാം. നീ വയ്ക്കൂ. കൺഗ്രാറ്റുലേഷൻസ് ബാല. താങ്ക് യു. ഇക്കുറി എന്റെ വരവ് വേസ്റ്റ് ആയില്ല. പോട്ടെ, മെഡിസിൻസ് കൊടുത്തുവിടാം. ബാല, നീ അങ്ങോട്ട് ചെല്ല്. ഇനി എപ്പോഴും അവളുടെ അടുത്ത് ഉണ്ടായിരിക്കണം. ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു. കൃഷ്ണേട്ടനെ ഉടനെ വിവരം അറിയിക്കണം.
ആ ലേഖേ. ഇപ്പൊ സന്തോഷായല്ലോ. അതെ, എല്ലാവർക്കും. ആറ്റുനോറ്റിരുന്നതാ ഞങ്ങള്. നേരാത്ത ദൈവങ്ങളില്ല, കഴിക്കാത്ത വഴിപാടുകളില്ല. പ്രസാദിച്ചില്ലേ എന്റെ പൊന്നെ? നിന്നോട് ഞാൻ എങ്ങനെ നന്ദി പറയും? സോറി, ബാലേട്ടന്റെ കണക്കൂട്ടല് തെറ്റാ. ബാലേട്ടൻ വിചാരിക്കുന്നുണ്ടോ ഞാൻ വയറ് വീർപ്പിച്ച് നടക്കുന്നു, ഒരു കുട്ടിയെ പ്രസവിക്കുന്നു? നടക്കില്ല. അങ്ങനെ പറയരുത്. ഈ സമയത്ത് അങ്ങനെ ഒരു ചിന്തയെ നല്ലതല്ല. പ്ലീസ് ലേഖേ, പോയി റെസ്റ്റ് എടുക്കൂ. ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയോ? റെസ്റ്റ് എടുക്കണം, ശരീരം അനക്കരുത്, ട്രാവൽ അവോയ്ഡ് ചെയ്യണം. ഞാൻ എന്താ ചെയ്യാൻ പോണെന്നറിയോ? അയ്യോ വേണ്ട വേണ്ട, ഞാൻ സമ്മതിക്കില്ല. ബാലേട്ടാ, ഇനി ഡോക്ടർ എന്താ പറഞ്ഞത്? ട്രാവൽ അവോയ്ഡ് ചെയ്യണമെന്നല്ലേ? ഇതിലേ പോ. ആ റോഡ് മുഴുവൻ കട്ടറ മാഡം. അതല്ലേ ഒരു രസം. എന്ത് രസം? അതേന്നെ, വണ്ടി വിട്. ചോ, ഇപ്പൊ എങ്ങനെയുണ്ട്? ശരിയാ, അപ്പുറം പോയ വലിയ കട്ടറുണ്ട്, നല്ല രസമായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്. ഏയ്, ഓട്ടോ. ദോ, ദോ നിർത്തോ. ദോ, നിർത്താനില്ലേ? നിർത്തോ. ചാകുനം മുടക്കി. ഇങ്ങോട്ട് ഇറങ്ങി വരാനാ പറഞ്ഞത്. ഇല്ല, ഇറങ്ങില്ല. താ വണ്ടി വിട്. ഇറങ്ങാനാ പറഞ്ഞത്, ഇറങ്ങാൻ. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട മാഡം. ഈ വളവ് കഴിഞ്ഞ ഇതിലും വലിയ കുഴിയുണ്ട്, നല്ല രസമായിരിക്കും. താൻ പോടോ. ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. പതുക്കെ പതുക്കെ, സാവകാശം മതി. ദാ, തന്റെ പൈസ. എന്താ ലേഖ നീ കാണിക്കുന്നത്? ഹലോ, കല്യാണം കഴിഞ്ഞതല്ലേ? അതെ. ഭർത്താവിന്റെ അറിവോടുകൂടിയാണോ? ഭർത്താവിന് ഇപ്പൊ കുഞ്ഞു വേണ്ടെന്നുണ്ടോ? ഇല്ല. പിന്നെന്തിനാ അബോർട്ട് ചെയ്യുന്നേ? ഐ എം സോറി. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ പ്രഗ്നൻസി അല്ലേ? ഞാൻ ചെയ്യില്ല. ഞാനെന്നല്ല, മെഡിക്കൽ പ്രൊഫഷനോട് കൂറുള്ള ആരും. ഡോക്ടർ, എനിക്ക് നോ. ഇനി എന്റെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഹസ്ബൻഡേയും കൂട്ടി വരൂ. യു മേ ഗോ. മാമ്പള്ളിക്കാരുടെ പറമ്പിന്ന് ആരും കാണാതെ പറിച്ചോണ്ട് വന്നതാ. ലേക്കുട്ടി തിന്നു നോക്കിയേ, നല്ലല്ലേ? എന്താ ഇത്? കപ്പളങ്ങ വേണ? തുപ്പടി. തുപ്പാൻ. തുപ്പാൻ ജീ പറഞ്ഞത്. ആരോട് ചോദിച്ചിട്ടാണ് ഇവർക്ക് കപ്പങ്ങ കൊടുത്തത്? ലേഖക്കുട്ടി ആവശ്യപ്പെടുന്നൊക്കെ കൊടുക്കണമെന്ന മുത്തശ്ശിയുടെ കൽപ്പന. അമ്പിളിയമ്മാനെ ചോദിച്ചാലും ഞാൻ പിടിച്ചോണ്ട് വരും. ബാലം പോയിക്കേ, കുട്ടി തിന്നോളൂ. ഒന്ന് പോരാ അവിടുന്ന്. കുട്ടി തിന്നോളൂ. ഒന്ന് പോരാ പറഞ്ഞത്. ലേഖയ്ക്ക് കപ്പങ്ങ കൊടുത്തവർ ആരോടും പറയരുത്. അതെന്താ ബാല? പറഞ്ഞതനുസരിച്ചാ മതി. പോടാ. എന്താണ് ഇതിന്റെ ഭാവം? നിന്നെയൊക്കെ ചവിട്ടുകയാ വേണ്ടത്. ചവിട്ടിക്കോ, അപ്പൊ സംഗതി എളുപ്പാവൂലോ. നിന്നെ കഷ്ടം. നീ ഒരു സ്ത്രീയാണോ? ഈ വീട്ടിൽ നിനക്ക് എന്തിന്റെ കുറവാടി? സ്വന്തം പേരക്കുട്ടിയെ പോലെ അച്ഛമ്മ നിന്നെ കാണുന്നത്. ഇന്ന് വരെ ഒരു കുത്തുവാക്ക് അമ്മയിൽ നിന്ന് നീ കേട്ടിട്ടുണ്ടോ? ചെറിയമ്മമാരിലെ എത്ര സ്നേഹമായിട്ടാ നിന്നോട് പെരുമാറുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും അമ്പാടിയിൽ പിറക്കാൻ പോകുന്ന ഉണ്ണിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നത് അന്ത്യാഭിലാഷമായി കരുതുന്ന എന്റെ അച്ഛമ്മ ഇത് അറിഞ്ഞാലുണ്ടല്ലോ, ഈ വീട്ടിൽ ഓരോരുത്തരും മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കുക. അറിയില്ലെങ്കിൽ അവരോട് ചോദിക്ക്. കുട്ടികളില്ലാത്ത ദുഃഖം എന്താണെന്ന് അവര് പറഞ്ഞു തരും. മാതൃത്വം അനുഭവിച്ചറിയണം. അതൊന്നും ആർക്കും പഠിപ്പിച്ചു തരാൻ പറ്റില്ല. ഒരു പെണ്ണിന് ആഗ്രഹം ഉണ്ടാവില്ലേ, ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ച് ഭർത്താവിന് സമ്മാനിക്കണമെന്ന്, ആ കുഞ്ഞിനെ മുലയൂട്ടണമെന്ന്? ഈ വയറ്റിൽ കിടക്കുന്ന എന്റെ പൊന്നോവനെ എനിക്ക് വേണം. പ്ലീസ്. കൃഷ്ണേട്ടൻ വരൂ വരൂ.
ലക്ഷ്മണത്തെ കൃഷ്ണേട്ടൻ വന്നു. എന്താ കുട്ടി നീ കാണിക്കണേ? ദേഹം അനക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? മനഃപൂർവ്വമാണോ അതോ? മനഃപൂർവ്വമാണ്. അമ്മേ, ബാലൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അമ്മയാകാൻ താല്പര്യമില്ലാത്ത ഇവളെ വിവാഹം കഴിച്ചത്. ഇവരുടെ എല്ലാ നിർബന്ധങ്ങളും ഇവ സമ്മതിക്കേണ്ടി വന്നത് അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഒരു ഭാര്യയായ മാറ്റമുണ്ടാവുന്ന കരുതിയത്. അമ്മേ, നമ്മുടെ കുഞ്ഞിനെ മുളയിലേ നുള്ളാനുള്ള ശ്രമമാണ്. പറഞ്ഞു മനസ്സിലാക്കായിരുന്നില്ലേ? പറഞ്ഞു, അറിയാവുന്ന ഭാഷകളിലെല്ലാം മനസ്സിലാവണ്ടേ അമ്മേ? അറിഞ്ഞാ നിങ്ങളുടെയൊക്കെ ചങ്ക് പൊട്ടു എന്നുള്ളതുകൊണ്ടാ ഇവൾക്ക് ഇവിടെ സൗന്ദര്യമാണ് വലുത്. എന്താ മോളെ ഇതൊക്കെ? മനഃപൂർവ്വമാണെന്ന് പറഞ്ഞില്ലേ? എടീ, മുത്തശ്ശനാകാൻ പോണെന്നുള്ള സന്തോഷ വാർത്ത അറിഞ്ഞ് മോൾക്കൊരു സമ്മാനമായിട്ടാണ് തന്നത്. സ്വന്തം കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പെണ്ണ് മിസ് ഇന്ത്യ അല്ല വിശ്വസുന്ദരിയായാൽ പോലും ഏത് തറവാട്ടിലും അധികം പറ്റാ. എടീ, നീ ചെയ്യുന്നൊരു ശിക്ഷ എന്താന്ന് നിനക്കറിയോ? എന്ത് ശിക്ഷ വേണേലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. ഇതല്ലാതെ വേറെ വഴിയില്ല. ഇനി ആര് വിചാരിച്ചാലും എന്നെ രക്ഷപ്പെടുത്താനാവില്ല. എന്താ അച്ഛ തുറന്നു പറയൂ മോളെ. ഇല്ല അച്ഛമ്മേ, അത് എളുപ്പമല്ല. പറയും മോളെ, ഞങ്ങളൊക്കെ ഇല്ലേ? എന്താന്ന് വെച്ചാ നീ പറയും മോളെ. Avishi, she is okay. Mr. Fernandez, good selection. Thank you. Her name is Lekha. അവരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. Shall I call her? Okay. അങ്ങനെയാകുമ്പോൾ നമുക്ക് അവരെ നേരിട്ട് കാണാമല്ലോ. Sure. Send them here. Hello. Miss Lekha Menon. Meet Mr. Suresh Oberoi. ഹലോ സർ. Chief Executive of Canon Private Limited. ഓ, ഇവരുടെ കമ്പനിയുടെ ആഡിന് വേണ്ടിയിട്ടാണ് ലേഖയെ സെലക്ട് ചെയ്യുന്നത്. നൈസ് ഓഫ് യു സർ. ഈ കാരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ യു വിൽ ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു വെരി മച്ച്. അങ്ങനെയാണെങ്കിൽ കോൺട്രാക്ട് സൈൻ ചെയ്തോളൂ. ഓ ഷ്യൂർ. മൂന്ന് വർഷത്തേക്കാണ് കോൺട്രാക്ട്. ഈ പീരീഡിൽ വേറെ ഒരു ഫാമിലി വർക്ക് ചെയ്യാൻ പാടില്ല. യു ക്യാൻ ഗോ ത്രൂ ദ കോൺട്രാക്ട്. പെൻ പ്ലീസ് സർ. ഓൾ ദ ബെസ്റ്റ് മിസ് ലേഖ മേനോൻ. താങ്ക് യു സർ. ഇനി ഒരു കാര്യം ഞാൻ ചെയ്യാനുണ്ട്. കം ഓൺ. Lily, keep this and give me the check. This is your advance. താങ്ക് യു. താമസിയാതെ ലേഖയ്ക്ക് കോൾ പ്രതീക്ഷിക്കാം. ഓക്കെ. ഷാൽ ഐ മൂവ് സർ? Of course. കല്യാണം കഴിഞ്ഞ വിവരം മിസ്റ്റർ ഫെർണാണ്ടസ് അറിഞ്ഞപ്പോൾ അയാൾ ടെലിഫോണിലൂടെ എന്നെ വോൺ ചെയ്തിരുന്നു. ബാലേട്ടനുമൊത്ത് ഹണിമൂണിന് പോയ ഒരു ദിവസം ഞാൻ മിസ്റ്റർ ഫെർണാണ്ടസിനെ കാണാൻ ചെന്നു. ഐ എം സോറി. 3 വർഷത്തെ കല്യാണം കഴിക്കരുതെന്ന് കോൺട്രാക്റ്റിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലേ? സോറി സർ, വായിച്ചില്ല. അങ്ങനെ ഒരു ക്ലോസ് ഉള്ള വിവരം സാർ ടെലിഫോൺ ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഈസ് ഇറ്റ് മൈ മിസ്റ്റേക്ക്? കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന് മുമ്പ് വായിച്ചു നോക്കാൻ ഞാൻ പറഞ്ഞിരുന്നല്ലേ? തെറ്റ് എന്റെയാ. എല്ലാരും നിർബന്ധിച്ചപ്പോ സമ്മതിക്കേണ്ടി വന്നു. ഓബ്ലിഗേഷൻസ്. ഓബ്ലിഗേഷൻസ്. ലേഖ മേനോൻ എന്നോട് മാത്രമേ കടപ്പാടുള്ളൂ, ഉണ്ടാകാവൂ. ഒള്ളി ഒഫീഷ്യൽ. ഐ എം സോറി സർ. ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ്, സ്വന്തം മകളോടെന്ന പോലെ സ്നേഹം കാണിക്കുന്ന കുടുംബം. ഐ എം വെരി ഹാപ്പി. ഈ പ്രൊഫഷൻ ഞാൻ നിർത്തുക. ഡ്രാഫ്റ്റാ ഇതുവരെ സാർ എനിക്ക് തന്ന തുക. പ്ലീസ് അക്സെപ്റ്റ് ദിസ്. ഡോണ്ട് ബി സില്ലി. വേണ്ടെന്ന് തോന്നുമ്പോൾ വലിച്ചെറിഞ്ഞു പോകാൻ ഇതെന്താ സർക്കാർ ഓഫീസോ? ഈ പ്രൊഫഷൻ അതിൻ്റെതായ ഒരു ചട്ടക്കൂടുണ്ട്. കോടികൾ വിറ്റഴിയുന്ന ഒരു പ്രൊഡക്റ്റിന്റെ മോഡലാണ് ലേഖ. ആ സ്ഥാപനം വേറൊരു പരസ്യം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ലേഖ മേനോൻ അത് ചെയ്യേണ്ടി വരും. യു നോ വൈ? ദിസ് ഈസ് ബിസിനസ്. സർ, ഇപ്പൊ എനിക്കാവില്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. I don't want to hear anything.
നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു കോൺട്രാക്ട് മാത്രമാണ്. ലേഖ എന്നെ ലെറ്റ് ഡൗൺ ചെയ്താൽ ഞാൻ കോടതി കയറ്റും. ഐ വിൽ സീ യു ആൻഡ് ഐ ഡോണ്ട് ഹാവ് എനി സെന്റിമെന്റ്സ്. യു മേ ഗോ. ആവശ്യം വരുമ്പോൾ ഞാൻ വിളിക്കും. യു ഹാവ് ടു റിപ്പോർട്ട്. ലേഖ, പ്ലീസ് കം. കരയാ പിഴിയാന്നൊക്കെ പറഞ്ഞ കണ്ണുടക്കി. കല്യാണം കഴിഞ്ഞാൽ ഞാൻ കമ്പനി അറിയിക്കാതിരിക്കാം. ജസ്റ്റ് എ ഫേവർ. പക്ഷേ ഐ ഡോണ്ട് നോ, ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് വിഷമമുണ്ട്. ബട്ട് ഐ എം ഫോഴ്സ്ഡ് ടു ഡു. ഐ എം എ ബിസിനസ് മാൻ. എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. യു ഷുഡ് നോട്ട് കൺസീവ്. മനസ്സിലായല്ലോ? കോൺട്രാക്ട് പീരീഡ് കഴിയുന്നവരെ ഗർഭം ധരിക്കരുത്. സർ, ഒരു കുഞ്ഞിന് വേണ്ടി ആ കുടുംബം. ഗോ ടു ഹെൽ. കുടുംബം, ബന്ധം, അതൊന്നും എനിക്കറിയണ്ട. ഒരു ഉപകാരം ചെയ്യാമെന്ന് വെച്ചാൽ ലിസൺ, ഇനിയും ലേഖയുടെ ഇഷ്ടപ്രകാരമാണ് നീങ്ങുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. യു മേ ഗോ. സർ, ഇതല്ലാതെ എനിക്ക് മറ്റൊരു മാർഗവുമില്ല. ഇങ്ങനെ ഒരു കോൺട്രാക്ട് ഉള്ള കാര്യം എന്നോട് പറയാറുന്നില്ലേ? അതിന്റെ സീരിയസ്നെസ് എനിക്ക് അറിയില്ലായിരുന്നു. എന്ത് കോൺട്രാക്ട് ആയാലും കല്യാണം കഴിഞ്ഞ പെൺകുട്ടി ഗർഭം ധരിക്കരുതെന്ന് പറയാൻ ഒരു നിയമത്തിലും ആവില്ല.